എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചതിന് ശേഷം ഈ തവണത്തെ കണ്ടസ്റ്റൻസിൽ ഭൂരിപക്ഷം ആളുകളും വളരെ മോശം കണ്ടസ്റ്റൻസ് ആയിരുന്നു. വളരെ മോശം ഇൻ ദ സെൻസ് അവർക്കിതൊരു ഗെയിമാണെന്ന് മനസ്സിലായിട്ടില്ല, നമ്മളൊരു ഗെയിമാണ് കളിക്കുന്നത്, ഗെയിം കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ആ ഗെയിമിനകത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് ഒരാൾ മാത്രമല്ല, നിരവധി ആളുകൾ. അതിനകത്ത് RJ ബിൻസി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂ കുറെ ഇന്റർവ്യൂ എടുത്ത് അതിനകത്തൊരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിനകത്ത് RJ ബിൻസിയുടെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്നലെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ സംസാരിച്ചു, ഞാൻ ക്ലീവേജ് കാണിച്ചു. ക്ലീവേജ് കാണിക്കുന്നത് തെറ്റാണോ? എന്റെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ, ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നൊരു സാധനം ബിൻസി അടിച്ചിട്ടിരുന്നു. അതായത് RJ ബിൻസി പറയുന്നത്, ഞാൻ എൻ്റെ ക്ലീവേജ് ധവനെ കാണിക്കണമെന്ന് കഴിഞ്ഞാൽ ഞാൻ ക്ലീവേജ് കാണിക്കും, പക്ഷെ നിങ്ങൾ ആരും ഞാൻ കാണിച്ചു എന്ന് സംസാരിക്കാൻ പാടില്ല, മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് RJ ബിൻസി അടിച്ചത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി, ഈ പെണ്ണത് എന്താ പറയുന്നത്, യാതൊരു പരസ്പരബന്ധവും ഇല്ലാതെ ഞാൻ ക്ലീവേജ് കാണിക്കും, അതിന്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, അത് നിനക്ക് വേണമെങ്കിൽ നീ കണ്ടോണം, പക്ഷെ വായും പൂട്ടി സിബിട്ടിട്ട് പൊക്കോണം. പുള്ളിക്കാരി ഈ ഇന്റർവ്യൂവിനകത്ത് എൻറ്റയർ ആയിട്ട് പറയുന്നത് ഭയങ്കര അഹങ്കാരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആങ്കർ നീയൊക്കെ വെറും ജുജുബി, അവനൊക്കെ വെറും ജുജുബി, കമന്റ് ഇടുന്നവരെല്ലാം വെറും പൊട്ടന്മാര്, ഞാൻ മാസ് RJ ബിൻസി ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമുക്ക് പുള്ളിക്കാരി ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ഞാൻ കണ്ടിട്ടുള്ള ആങ്കേഴ്സ് വെച്ചിട്ട് കുറച്ച് നിലവാരം പുലർത്തുന്ന ആങ്കറാണ്. പുള്ളിക്കാരന് നല്ലോണം ചൊറിയാനും അറിയാം, നല്ലോണം സ്നേഹിച്ചു വയ്ക്കാനും അറിയാം. പുള്ളിക്കാരനത് തമാശയായിട്ട് ചോദിച്ചപ്പോൾ, ബിൻസിക്ക് തമാശ വേണ്ട, നീ സീരിയസ് ആവും, നീ ചോദിക്കടാ, ആ ഒരു സെറ്റപ്പിലാണ് ബിൻസി ഇരിക്കുന്നത്. ബിൻസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുകയും കിട്ടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പെരുമാറ്റത്തിലാണ്. നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാം. ഈ ബിൻസിയുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് മാസ സാധനം, അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. നമുക്ക് അത് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഒരു സ്ത്രീ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ഇവൻ ഈ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം, ആദ്യം ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേനും ആങ്കറിനെ പുച്ഛിച്ചു ബിൻസി ഇരുന്ന് എത്ര വയസ്സായി, 26 വയസ്സോ, 26 വയസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, ഇതൊക്കെയാണോ ആങ്കർ? ഇങ്ങനൊരു സാധനം ചോദിച്ചപ്പോഴാണ് നമ്മുടെ ആങ്കർ ചേട്ടൻ തിരിച്ച് ചൊറിയാൻ തുടങ്ങിയത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാച്ചൻ വളരെ ഓപ്പൺ മൈൻഡഡ് ആണോ, ഒരു ആൺകുട്ടിയായിട്ട് വളരെ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ചോദ്യത്തിനാണ് RJ ബിൻസി ആ ചോദ്യം ആ ആങ്കറിനെ അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്ത സാധനത്തിലേക്ക് വന്നത്. അന്നേരം സ്വാഭാവികമായിട്ടും ആങ്കർ ട്രിഗറായി വളരെ ക്ലാസ് ആയിട്ടാണ് അങ്ങ് ചൊറിഞ്ഞു. നമുക്ക് കാണാം. ഒരു സ്ത്രീ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്, പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കാതെ. ഒന്നാമത്തെ കാര്യം, RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. അപ്പൊ എന്തൊക്കെയാണ് ക്വാളിറ്റി? RJ ബിൻസിയുടെ ഉമ്മ കിട്ടാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണോ ഒന്ന് പറഞ്ഞു തരുമോ? RJ ബിൻസിയുടെ ചുംബനം ലഭിക്കാനുള്ള ക്വാളിറ്റീസ് എന്താ? MBA പഠിച്ചിരിക്കണോ, ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, അതോ ഇതുപോലെ തിരിച്ചു പറയണോ, തോന്നിയ ദിവസം തിരിച്ചു പറയുന്ന ആളായിരിക്കണോ? എന്താണ് RJ ബിൻസിയുടെ ചുംബനം ലഭിക്കാനുള്ള ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണോ പറയുന്നത്? അത് എനിക്കൊരാളെ കണ്ട് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എനിക്കതിനൊരു അടുപ്പം തോന്നണം എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ഞാൻ അംഗീകരിച്ചു കൊടുത്തേനെ. RJ ബിൻസി ഉമ്മ തരണമെങ്കിൽ അത് വേണം, മനസ്സിലായല്ലോ. അതിലൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം, അതിനുശേഷം നിങ്ങളുടെ സിവിൽ റിപ്പോർട്ട് കൊണ്ടുവരണം, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി PCC റിപ്പോർട്ട് കൊണ്ടുവരണം. എങ്കിലൊക്കെ മാത്രമേ RJ ബിൻസിയുടെ ഒരു ചുംബനം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനല്ല പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും, ഇയാളോട് സംസാരിക്കണോ ഇവിടെ എണീറ്റ് പോണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇയാളോട് സംസാരിക്കണോ ഇവിടെ എണീറ്റ് പോണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, RJ ബിൻസി തീരുമാനിക്കും. പിന്നെ എന്തോ ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങളൊരു ഇന്റർവ്യൂ കൊടുത്തത്? ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ വന്നിരുന്ന് സംസാരിക്കാന്ന് ചിന്തിച്ചിട്ടല്ലോ കൊടുത്തത്. തിരിച്ച് ആങ്കറിന് പറയാം, നിന്നോട് ചോദ്യം ചോദിക്കണോ അതോ എനിക്ക് മിണ്ടായിരിക്കണോ എന്നുള്ളത് ആങ്കർ തീരുമാനിക്കുന്ന ആങ്കറിനും പറയാമല്ലോ. ഒരു റെസ്പെക്ട് കൊടുക്കുക. ഞാൻ ഭയങ്കര സംഭവം, ഇപ്പൊ നിങ്ങളെല്ലാം എൻ്റെ കാൽ കീഴിലുള്ളവർ, ഞാൻ മാസ സാധനം, ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരെ ഫുള്ള് സംസാരിക്കുന്നത്. ഞാൻ തനിക്ക് തരുന്നാലും ഞാൻ മനസ്സിൽ തനിക്ക് തന്നിരിക്കുന്ന ഒരു റേറ്റിംഗ് ആണ്. അതുപോലാണ് ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ഒരു മനുഷ്യനോട് ജഡ്ജ് ചെയ്ത് പെരുമാറുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അത് എന്റെ ഇഷ്ടമല്ലേ? നേരത്തെ സംസാരിച്ചതുപോലെ, നേരത്തെ നിങ്ങൾക്കും അനുമോൾക്കും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചിന്തിക്കാം. അതുപോലെ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും അനുമോക്കും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചിന്തിക്കാം, പക്ഷെ എനിക്ക് വേണ്ടത് ചിന്തിക്കും. അത് തെറ്റ്. ഞാൻ ചിന്തിക്കുന്നത് ശരി. ഞാൻ ഒരു മനുഷ്യനെ കാണുമ്പോഴേ, ഫസ്റ്റിൽ ഒരുത്തളെ കാണുമ്പോഴത്തേനും ഇവനൊരു 3 റേറ്റിംഗ്, ഓക്കെ, ഇവനൊരു 1 റേറ്റിംഗ് ഉള്ളൂ, ഇവൻ റിജക്റ്റഡ്.
എന്തൊക്കെ മണ്ടത്തരമാണ് എന്റെ ബിൻസി പറയുന്നത്. അപ്പൊ ബാക്കി വെക്കാം. അതെന്താന്ന് വെച്ചാല് ഈ പറയുന്നവർക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പോയി പറയാം. സത്യം എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയണ്ട. 14 കമന്റ് ബോക്സിനകത്ത് വന്ന കമന്റുകളെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമ്പോഴത്തേനും കമന്റ് ബോക്സിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം, എന്ത് പറയാം. അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ദാറ്റ് വാസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓഫ് ദി ചോദ്യചിഹ്നം. ബാക്കി വെക്കാം. കാര്യം അവർക്ക് അറിയണ്ട. 14 ദിവസം RJ ബിൻസി ഫയർ ആയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കളിക്കാൻ അറിയില്ല, അതിനപ്പുറം വലിയ കാരണമൊന്നുമില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളൊക്കെ കഴിവുള്ളവരായിരുന്നു എന്ന് നമുക്ക് പറയാം. അല്ലാതെ 14 ദിവസം എനിക്ക് കളിക്കാൻ അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ലെവല് ട്യൂൺ പിടിച്ച് വരുന്നേ ഉള്ളായിരുന്നു. ഞാൻ ഓരോരുത്തരെയും കണ്ട് റേറ്റ് ചെയ്ത് ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ, അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ, ഇവരെന്നോട് നിലവാരം പുലർത്താനുള്ള സാധനം സെറ്റാണോ. അത് ധവനുമായിട്ട് നിലവാരം പുലർത്തും. അവന് ഞാൻ 3 റേറ്റിംഗ് കൊടുത്തു. ധവനുമായിട്ട് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വന്നപ്പോൾ ലേറ്റ് ആയത്. നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം കേട്ടോ. 14 ദിവസത്തിനകത്ത് നമ്മളൊന്ന് റേറ്റ് ചെയ്ത് വന്നതാ. എന്റേതായിട്ടുള്ള കാരണമാണ്. എനിക്ക് വിചാരിച്ചോടെ നിൽക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരെ പോലെ PR കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു കോണ്ടന്റ് അത്രയും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്തിട്ട് പോകണമായിരുന്നു. ആരാണ്ട് നിങ്ങളോട് പറഞ്ഞു പ്ലാൻ ചെയ്യാതെ അതിനകത്തോട്ട് കയറി ചെല്ലാൻ? ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറണമെന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട്. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പുറകെ കാലം പിടിച്ച് നടന്നു, അങ്ങനെ അവരുടെ ഓപ്പർച്യൂണിറ്റി ഇട്ട് എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. പ്ലാൻ ചെയ്യണമായിരുന്നു. ഞാൻ നേരെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ചെല്ലുന്നു. ചക്ക ഏതാ, മാങ്ങ ഏതാ, തേക്ക് ഏതാ, പൂക്ക് ഏതാ അറിയാതെ നിൽക്കുന്നു, ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തിൽ നമ്മളെ വിക്കറ്റ് തിരിച്ചു വരും. നമ്മളപ്പോൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ചെയ്യായിരുന്നു. അതായത് ക്രിക്കറ്റ് കളിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ ഇറങ്ങിയിട്ട് ഡക്കായി കഴിയുമ്പോൾ ഗ്രൗണ്ട് ശരിയില്ല, ഗ്രൗണ്ട് ഭയങ്കര വെറ്റായിരുന്നു കേട്ടോ. ആ ഒരു സെറ്റപ്പാണ് ഈ RJ ബിൻസി അടിച്ചത് സാധനങ്ങൾ. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ പ്ലാൻ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് കാശുകൊണ്ട് PR കൊടുക്കണമായിരുന്നു. PR കൊടുക്കാതെ നെവിൻ എത്ര കയറി വന്നില്ലേ? അപ്പോൾ PR നല്ല കാര്യം. നമ്മൾ അതിനകത്ത് ചെയ്യുന്ന ആക്ടിലാണ് കാര്യം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫൈനൽ 5 വരുന്നത് 5 പേരും PR കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ന്യായം നമ്മൾ സാധൂകരിക്കാത്. PR നിങ്ങൾക്ക് ഒരു പുഷ് തരുമെന്നുള്ളതേ ഉള്ളൂ. ഞാനവിടെ വായും പൂട്ടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ PR ഒന്നും കൊണ്ട് തരത്തില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശൈത്യ. ഞാൻ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഗെയിമിലേക്ക് ഇറങ്ങി ഒന്ന് സെറ്റായി വന്നപ്പോൾ തന്നെയാണ് എനിക്ക് എവിക്ഷൻ വന്നത്. സോ ഞാൻ എവിക്റ്റ് ആയി. അപ്പം പുള്ളിക്കാരി എല്ലാവരെയും പഠിച്ചിട്ട് നമ്മളൊക്കെ ഈ തോട്ടിലൊക്കെ തുണിയൊക്കെ പൊക്കി ഇറങ്ങുന്ന പോലെ പുള്ളിക്കാരി ഗെയിമിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കുറച്ച് ചെറിയൊരു സമയം ലേറ്റ് ആയിപ്പോയി. അതിന് ആ ഒരു സെൻസിൽ കണ്ട് നമ്മൾ ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. ബാക്കി പറ. കമന്റ് ഇടാൻ ആർക്കും പറ്റും. ഏത് മുക്കിനും മൂലയ്ക്ക് വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാനും ഇപ്പത്തെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും പറ്റും. എന്താണ് പറയുന്നത്? കമന്റ് ഇടാൻ ആർക്കും പറ്റും, ഫേക്ക് അക്കൗണ്ട് കമന്റ് ഇടാൻ പറ്റും. ഇതുപോലെ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തി ചോദിക്കാൻ ആർക്കും പറ്റും. എന്നാൽ നിങ്ങൾ നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് ചോദിച്ചൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് കാണിക്കാവോ നല്ല രീതിക്ക്? നിങ്ങളൊരു RJ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരാളുടെ തൊഴിലിനെ എങ്ങനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റും? അയാൾ ചെയ്യുന്ന ജോലി അയാൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഇരുന്നിട്ട് ഇതുപോലെ വിളിച്ചിരുത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം മുട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. അല്ലാതെ അയാളുടെ ചോദ്യത്തിൽ നിലവാരമില്ലായ്മ കൊണ്ടല്ല. അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഇല്ല. അതാണ് സംഭവം. വെറുതെ ചുമ്മാ അടിച്ചങ്ങ് വിട്ടുകയാണ്. ഞാൻ ഭയങ്കര മാസം, ഞാൻ ഭയങ്കര സംഭവം, എല്ലാവരും ഓംബ്ര എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ നീ എലിജിബിൾ. അതാണ് സംഭവം. അല്ല ഞാൻ പറഞ്ഞത് നല്ലത്. ഈ RJ ബിൻസി എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാൽ ബിൻസിയുടെ വിചാരം ഞാൻ ഭയങ്കര സൂപ്പർ ആണെന്നാണ്. ഈ ബിൻസി റീ എൻട്രി ചെയ്ത സമയത്ത് ബിൻസി മസ്താനി ചൊറണമെന്നൊരു മൈൻഡ് സെറ്റിലാണ്. മസ്താനി ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ആ ബീൻ ബാഗിൽ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ നീലാംബരി ഇരിക്കുന്നല്ലേ പടയപ്പ, ആ ഒരു സെറ്റപ്പിലാണ് RJ ബിൻസി പുള്ളിക്കാരിയെ തന്നെ മൂല്യനിർണ്ണയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ RJ ബിൻസിയുടെ പേജിൽ ബിൻസി ആയിട്ടൊരു കൊളാബ് വന്നിട്ടുണ്ട്. കൊളാബ് എന്ന് പറഞ്ഞാൽ RJ ബിൻസി അതിനകത്ത് മസ്താനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കിട്ടില്ല. എന്റമ്മോ RJ ബിൻസി മാസ്. ഈ സാധനമാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഓൾറെഡി മസ്താനിയുടെ ഫാദർ ഇച്ചിരി പുള്ളിക്കാരുടെ കൂടെ അല്ല. അപ്പോൾ ഇങ്ങനൊരു സംസാരം നല്ലതാട്ടോ, നല്ലതാ. ഫാദർ ഇല്ലാത്ത ഒരാളോട് പോയി നിനക്ക് നല്ലൊരു ചാച്ചുള്ളതിന് കുറവ്, നല്ല 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 നിലവാരം, നല്ല എലിജിബിലിറ്റി. ഇപ്പൊ ഈ പറയുന്ന പോലെ മറ്റൊരാളും നിങ്ങളുടെ നിലവാരവും നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങളെ റേറ്റ് ചെയ്യും എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. എന്റെ വായി നല്ല ചെറ്റ വർത്താനം വരുന്നുണ്ട്. പക്ഷെ മസ്താനി ഞാൻ നിന്നെ പോലെ ചെറ്റയല്ല. ചെറ്റ വർത്താനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെറ്റയായി. പക്ഷേ ഞാൻ നിന്നെ പോലെ ചെറ്റയല്ല, ഞാൻ പറയത്തില്ല. ഞാൻ ഇത് തോക്കുണ്ട്, പക്ഷെ ഞാൻ വെടിവെക്കൂല. ആ ഒരു സെറ്റപ്പില്ല പുള്ളിക്കത്തെ പറച്ചില്. ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടുന്ന് 2 കാലം ഇറങ്ങി പോകത്തില്ലായിരുന്നു. ഞാൻ ഇന്റർനാഷണൽ ഗുണ്ടിയാണ്, ഗുണ്ടി. അധോലോക ഡോൺ വരെ എന്റെ പിന്നിലുണ്ട്. അത്രയ്ക്ക് വലിയ സെറ്റപ്പാണ് ഞാൻ. അടിച്ച് നല്ല ശരിയാക്കി വളർത്തിയതിന്റെ മേന്മയാണ് താങ്കൾ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരുന്നില്ലയോ? അതെനിക്കറിയത്തില്ലായിരുന്നു. അടിച്ച് നല്ലോണം വളർത്തിയ ആൾക്കാരാണ് മറ്റൊരാളുടെ അച്ഛനെ പറയുകയും മറ്റൊരാളോട് നീ 2 കാലം പോത്തില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നല്ല നല്ല അടിച്ചു വളർത്തിന്റെ നല്ല. എന്തിനാ വെറുതെ ആ മാതാപിതാക്കളെ നിങ്ങൾ ഈ പറയിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. അത് വെറുതെ അവരുടെ പടലിക്കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. അതാണ് അതിനകത്ത് ഏറ്റവും മാസ് ഡയലോഗ്. എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി, നിനക്കുണ്ടായില്ലല്ലോ. ഉണ്ടായിപ്പോയെന്ന് എന്ത് ചെയ്യാൻ? എന്ത് മോശം സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് എന്റെ ബിൻസി അടിച്ചു വിട്ടത്. ഞാൻ അന്നേ ഈ പുല്ല് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എതിരേലിങ് പോട്ടെന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ ഇന്റർവ്യൂവിനകത്തൊക്കെ ഞാൻ ഭയങ്കര സംഭവമാണ്. ആ സെറ്റപ്പിലാണ് പുള്ളിക്കാരുടെ സകല റിയാക്ഷനും. RJ ബിൻസിയുടെ വീഡിയോ എല്ലാം പിന്നെ മനുഷ്യന് കാണാൻ വളരെ കൊള്ളാവുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഈ RJ ബിൻസി ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സാധനമുണ്ട്. ഈ ഇന്റർവ്യൂവിനകത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്, ഞാൻ എപ്പിസോഡൊന്നും കണ്ടില്ല, എനിക്കത് കാണണ്ട, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ശരിയാത്തില്ല എന്നൊക്കെ. പിന്നെ കമന്റ്, ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഒന്നും നോക്കാറേ ഇല്ല. എൻ്റെ ബിൻസി, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ആ എപ്പിസോഡ് കാണും. എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് കാണിച്ചത്, നിങ്ങൾക്കെതിരെ ആരൊക്കെയാണ് പണിതത്, എന്താണ് എന്നെ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾ ഈ കമന്റുകൾ വായിക്കൂ. മോശം കമന്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ ത്രട്ടൻ ചെയ്യുന്ന അശ്ലീല കമന്റുകൾ വിടൂ. നിങ്ങൾ ശരിയായിട്ടുള്ള നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ എന്താണെന്നുള്ളത്. നിങ്ങൾക്കുള്ള ഹെയ്റ്റ് ഇതാണെന്ന് മനസ്സിലാക്കൂ. ഈ പാവ കൊച്ചിന് ഇതുവരെ മനസ്സിലായിട്ടില്ല പുള്ളിക്കാരിക്ക് പുറത്ത് ഹെയ്റ്റ് ആണ്. പുള്ളിക്കാരി എന്തോ രജനി ലെവല് സാധനമാണ്. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ബിൻസി, നമുക്ക് നിങ്ങൾ എൻ്റെ വാക്കൊക്കെ കേൾക്കാനുള്ള റേഞ്ച് എനിക്കുണ്ടോ, എന്നെ റേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ആ എപ്പിസോഡ് ഒന്ന് കാണൂ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് തിരുത്താൻ പറ്റുന്ന സാധനങ്ങൾ തിരുത്തൂ. എനിക്കൊരു നെഗറ്റീവ് ഇല്ല. ഐ എം ഫുൾ ഓഫ് പോസിറ്റീവ് മൈൻഡും കൊണ്ടിരുന്ന് ഞാൻ അധികം സമയം ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങളെ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു കാണുന്നത്. ബൈ.